ഹായ് ഓൾ, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. RRB JEE എക്സാം നോട്ടിഫിക്കേഷൻ വരുന്ന മാസങ്ങളിൽ നമ്മൾ ഉടനെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സോ ഈ ഒരു എക്സാമിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ് നമ്മൾ നോൺ ടെക്നിക്കൽ ഭാഗത്ത് നിന്ന്, കാരണം കൂടുതൽ ടെക്നിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഈ ഒരു എക്സാമിലേക്ക് വരുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നോൺ ടെക്നിക്കൽ ഭാഗത്ത് നിന്നും ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്, അത് കവർ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്, ഏതൊക്കെ ബുക്സ് ആണ് റെഫർ ചെയ്യേണ്ടത് എന്ന് പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. സോ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. CBT 1 അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ബൈ RS അഗർവാൾ, അതുപോലെ അഡ്വാൻസ് മാത്സ് ബൈ രാകേഷ് യാദവ്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഈ ബുക്സാണ് നിങ്ങൾ റെഫറൻസ് ബുക്കായിട്ട് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് നിങ്ങൾക്ക് മോഡേൺ അപ്രോച്ച് ടു വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിങ് ബൈ RS അഗർവാൾ, അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ടെസ്റ്റ് ഫോർ റീസണിങ് ബൈ വികാസ് പബ്ലിഷിംഗ് ഹൗസ്. ഈ റെഫറൻസ് ബുക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ജനറൽ അവയർനെസ്സിന് നിങ്ങൾക്ക് പ്രതിയോഗിത ദർപ്പൺ, ആ ഒരു പുസ്തകം നിങ്ങൾക്ക് സ്ക്രീനിൽ അതിൻ്റെ ഫോട്ടോ കാണാനായിട്ട് സാധിക്കും, അത് ഉപയോഗിക്കാം. അതുപോലെ ല്യൂസൻ ജനറൽ നോളേജ് ഉപകാർ പബ്ലിക്കേഷൻ, ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും, അത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ജനറൽ സയൻസ് നിങ്ങൾക്ക് ല്യൂസൻ ജനറൽ സയൻസ് എന്ന പുസ്തകം റെഫർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ബുക്സ് ഫോർ RRB JEE CBT 2 എക്സാമിന് നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിനായിട്ട് പ്രതിയോഗിത ദർപ്പൺ, അതുപോലെ ല്യൂസൻ ജനറൽ നോളേജ് എന്നീ പുസ്തകങ്ങൾ യൂസ് ചെയ്യാം. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നിങ്ങൾക്ക് 10th ലെവൽ വരെയുള്ള NCERTs കവർ ചെയ്യുന്നതിലൂടെ ഫിസിക്സ് കെമിസ്ട്രി പോർഷൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അതുപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് JEE CBT 1 ആൻഡ് CBT 2 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി GKPയുടെ പുസ്തകങ്ങൾ റെഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഒബ്ജക്റ്റീവ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ബൈ GK മിത്തൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പുസ്തകങ്ങളുടെ ഫോട്ടോസും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ നിങ്ങൾക്ക് പ്രൊഫസർ NH ഗോപാൽ ദത്തിൻ്റെ പുസ്തകങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ബൈ അരുൺ K ത്രിപതി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് MCQ പ്രാക്ടീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ബുക്സാണ് നിങ്ങൾ പ്രധാനമായിട്ടും നോൺ ടെക്നിക്കൽ ഭാഗത്ത് നിന്നും റെഫർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നോൺ ടെക്നിക്കലിന് അഫ്കോഴ്സ് നമ്മൾ സിലബസ് മാത്രം കവർ ചെയ്താൽ പോരാ, നമുക്ക് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ CBT 1 ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ നിങ്ങൾക്ക് അതിനുള്ള റെഫറൻസ് ഫോർ MCQ പ്രാക്ടീസ് നിങ്ങൾക്ക് RRB JEE ടയർ 1 ആൻഡ് 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാവുന്നതാണ്. RRB NTPC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം. RPFൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം. SSC JEE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ SSC CGLൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, SSC CHSLൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ SSCയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ നിന്നും നമുക്ക് ഈ ഒരു RRB സിലബസിലേക്ക് ആവശ്യമായിട്ടുള്ള സെലക്റ്റഡ് പോർഷൻസ് മാത്രം നമ്മൾ എടുത്ത് പഠിച്ചാൽ മതിയാവും. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ MCQ പ്രാക്ടീസിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യേണ്ടത്. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം എക്സ്പ്രസ് വേഗതയിൽ സ്വന്തമാക്കാനായി ടെക് PSC തീവ്ര പരിശീലന ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് ഓരോ സെഷൻസും കൈകാര്യം ചെയ്യുന്നത്. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് സ്റ്റഡി നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സ്റ്റഡി നോട്ട്സും അതുപോലെ മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ടോപ്പിക് വൈസ് ടെസ്റ്റും അസസ്മെൻറ്റും ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകതയാണ്.
5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. 20ഓളം സിലബസ് ബേസ്ഡ് മോഡൽ എക്സാം വിത്ത് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം മോക്ക് ടെസ്റ്റുകളുടെ, അതായത് ടൈം വച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റോട് കൂടിയ മോക്ക് ടെസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് ഇതിന് മുമ്പത്തെ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള 20ഓളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുമാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. അതോടൊപ്പം ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. RRB എക്സാം ടയർ 1ന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു കോഴ്സ് വെറും 1999 രൂപയ്ക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ടയർ 2ന് മാത്രമാണ് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കോച്ചിങ് വേണ്ടതെങ്കിൽ ടയർ 2 മാത്രം ഫോക്കസ് ചെയ്യുന്നവർക്ക് 3999 രൂപയ്ക്കും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ടയർ 1 ആൻഡ് ടയർ 2 ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മുടെ ഓഫർ പ്രൈസായ 4999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് ആക്സസ് ചെയ്യാം. കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. RRB JEE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസകൾ.